ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ലക്ഷ്മിയെയും രേവതിയെയും ദേവുവിനെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിടാണല്ലോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ ചെയ്യാ മോളെ? നമ്മൾ അവരുടെ കാല് പിടിച്ചില്ലമ്മേ. എന്നിട്ടും അവരുടെ മനസ്സ് അലിഞ്ഞില്ല. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് എന്ന് പറയാണ് രേവതി. എന്നിട്ടാണ് മോളെ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് ലക്ഷ്മി നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകുന്നു. അവിടെ വെച്ച് ലക്ഷ്മി കുറച്ച് ക്യാഷൊക്കെ എടുത്തു വെച്ചിട്ട് രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിയേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ സച്ചിയെ വിളിച്ചിട്ട് വേഗം വരാൻ വേണ്ടിയിട്ട് പറയുന്നു. ശരി അമ്മ, ഞാൻ രേവതിയും കുട്ടി വരാന്ന് പറയുമ്പോൾ രേവതി മോൾ ഇവിടെ ഉണ്ട്, മോൻ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി എത്തുമ്പോൾ ആ ക്യാഷ് എടുത്ത് കൈ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മ എന്ന് പറയുമ്പോൾ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയ മോനെ 5 ലക്ഷം രൂപയ്ക്ക് മോൻ എല്ലായിടത്തും പരക്കം പായ എന്ന് രേവതി മോൾ പറഞ്ഞു. 5 ലക്ഷം രൂപയൊക്കെ എവിടുന്ന് കിട്ടാനാ മോനെ? അതുകൊണ്ട് എന്റെ കയ്യിലുള്ള ക്യാഷ് മോന് തരാന്ന് ഞാൻ വെച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും അത് വേണ്ടാന്ന് പറയുമ്പോൾ രേവതി പറയാൻ കേട്ടോ, അമ്മയുടെ അടുത്തുനിന്ന് അത് വാങ്ങിയില്ലെങ്കിൽ അമ്മയ്ക്ക് അത് വിഷമാവും, സച്ചിയേട്ട വാങ്ങിക്കുമെന്ന്. അങ്ങനെ രേവതിയുടെ അടുത്ത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നു. എന്നിട്ട് പറയും, അമ്മ ഒരാഴ്ച കൊണ്ട് അമ്മയുടെ ഈ പണം ഞാൻ തിരികെ നൽകും, ഇതൊക്കെ എന്റെ കടമയാണ്, അച്ഛൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീടാണ്. സച്ചിയും രേവതിയും കൂടെ ആ പൈസയൊക്കെ എടുത്തു വെച്ച് 5 ലക്ഷം ഒപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ആ സമയത്ത് നമ്മുടെ രേവതി കരയുന്നതൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് രവി അങ്ങോട്ടേക്ക് വരുന്നു. സച്ചി പറയുന്നു, രേവതി നിന്റെ കണ്ണ് തുടക്കി അച്ഛൻ വരുന്നു എന്ന്. അപ്പോഴേക്കും രവി വന്നിട്ട് ചോദിക്കും, എന്ത് ചെയ്യാന്ന്? ഒന്നുമില്ല അച്ഛാന്ന് പറയുമ്പോൾ കയ്യിലുള്ള ഒരു 25,000 രൂപ എടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് കൊടുക്കുകയാണ്. അയ്യോ അച്ഛാ, ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ, സച്ചി നിന്റെ ചെറുപ്പത്തിൽ നിന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, അതുപോലെ നീ വളർന്നപ്പോൾ നിന്റെ പ്രശ്നമൊന്നും എന്നോടും പറയുന്നില്ല, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം എന്താന്നൊക്കെ, ഇത് നീ പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള പൈസ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് രവി അങ്ങ് തിരിഞ്ഞു നടന്നു പോകുന്ന സമയത്ത് രേവതി പോയിട്ട് അച്ഛാ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കൂപ്പുന്ന സമയത്ത്, മോളെ എന്താ ഇത്? ഈ 2 കുടുംബവും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ എന്ന് പറയാട്ടോ രവി. അതിനുശേഷം ഈ പണം കൊണ്ട് സച്ചിയും രേവതിയും കൂടെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, പണം ഇവിടെ എത്തിയല്ലോ, ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കേസ് തന്നെ തീർന്നു എന്ന് വെച്ചോ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മ ഈ പരാതി പിൻവലിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്, പിന്നെ എങ്ങനെയാ സാർ ഇത് ഒത്തുതീർപ്പാക്കുന്നതെന്ന്? അതൊന്നും നിങ്ങൾ അറിയണ്ട, അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ വിളിച്ചോളാന്ന് പറയാണ് വക്കീല്. അങ്ങനെ വക്കീലിന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ചോദിക്കും, ചന്ദ്രമതിയെ കുറിച്ച് അന്വേഷിച്ചോ, എങ്ങനെയുള്ള ആളാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, മണി മൈൻഡാ സാർ എന്ന്. ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വക്കീല് പറയും, വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാന്ന്. അങ്ങനെ ബാമയുടെ വീട്ടിലെത്തുമ്പോൾ ചന്ദ്രമതി, നിങ്ങൾ അവനെതിരെയുള്ള വക്കാലത്തുമായിട്ടാണ് വന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അവൻ എന്തായാലും ജയിലിൽ കിടന്നേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ വക്കീല് ചോദിക്കും, അവനെ ജയിലിൽ പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ? കള്ളന്മാരെയൊക്കെ ജയിലിലിട്ടില്ലെങ്കിൽ നാളെ വലിയ റോബറികളാവും നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആ വക്കീല് പറയുന്നുണ്ട്, അവൻ മോഷ്ടിച്ച ക്യാഷ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ കേസ് വിചാരിച്ചത്ര സ്ട്രോങ് ആയി നിലനിൽക്കില്ല, അവന് ജയിലിൽ പോകാനും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ചന്ദ്ര. ഞാൻ അഥവാ പോയാൽ തന്നെ 1-2 മാസം കിടക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത്രയെങ്കിലും കിടക്കല്ലോ, അവൻ എന്തായാലും ജയിലിൽ പോകണം, എനിക്കത് കണ്ണുകൊണ്ട് കാണണം എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ചന്ദ്ര. അവൻ ജയിലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, അവൻ ജയിലിൽ പോവാതിരുന്നാൽ എനിക്കെന്താ കിട്ടുന്നത്? കിട്ടും, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്യാഷ് തരും എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പരാതി പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തരാമെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ബാമയുടെ അടുത്തിട്ടോ. അപ്പോൾ ബാമയും പറയുന്നുണ്ട്, വക്കീല് പറയുന്നത് പോലെ നീ അങ്ങ് കേൾക്ക്, ആ ചെക്കൻ്റെ ഭാവി തുളയ്ക്കണ്ട എന്ന് പറയുന്നത് വരെയുള്ള ഭാഗമായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.